ഭയങ്കര മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ രാവിലെ കുളി ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സിമ്പിളായിട്ടാണ് കഴിച്ചത്. പക്ഷെ ഉച്ചത്തെ ഫുഡ് എന്തെങ്കിലും അടിപൊളിയാക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പയർ എലിശ്ശേരിയും അതേപോലെ തന്നെ വെണ്ടയ്ക്ക റോസ്റ്റായിട്ട് ഉണ്ടാക്കും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെറുപ്പയർ കുറച്ചെടുത്തിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്നുണ്ട്. 2 വിസിലടുപ്പിക്കാം. അപ്പോഴേക്ക് നമുക്ക് മത്തങ്ങയൊക്കെ തൊലി കളഞ്ഞ് സെറ്റാക്കാം കേട്ടോ. ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കാനുള്ളെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് രണ്ടാക്കും മത്തങ്ങ എലിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ആ ചെറുപ്പയർ വെന്ത് വന്നപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി മത്തങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഇത് വീണ്ടും നമുക്ക് 2-3 വിസിലടുപ്പിക്കാം. അതൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ ഞാൻ അതിന് ആദ്യം കുറച്ചെടുത്തിട്ട് നമ്മൾ കാത്തുമ്മയ്ക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് അവൾക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മൾ ഉച്ചത്തെ ഫുഡ് ആവുമല്ലോ. ഈ ഒരു ചെയറിനെ പറ്റി ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് കാണാത്തവർക്ക് ഞാൻ പറയാൻ, ഇതാണ് നമ്മളെ ലവ് ലാപ്പിൻ്റെ 4-in-1 ചെയർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ഉണ്ണികളിങ്ങനെ വല്ല സീറ്റുമൊക്കെ ഇരുത്തുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് ഉണ്ണികൾ വീഴുമോ എന്നുള്ളത്. നമുക്ക് ഈ ഒരു സീറ്റിൽ ഇരുത്തുമ്പോൾ അങ്ങനെ പേടിയുടെ ആവശ്യമില്ല. കാരണം 3 പോയിന്റ് സേഫ്റ്റി ബെൽറ്റാണ് വരുന്നത്. ഇതേപോലുള്ള ചെറിയ പിള്ളേർ നമ്മളിങ്ങനെ സീറ്റിൽ ഇരുത്തുമ്പോൾ എന്തായാലും ബെൽറ്റ് ഇട്ട് കൊടുക്കണം. ഈ ഉണ്ണികൾക്ക് ഫുഡ് കഴിക്കാനുള്ള നമ്മൾ ഈ ട്രേ നമുക്ക് ഈസി ആയിട്ട് വെക്കാനും ഊരാനും പറ്റും. കാരണം ഇതിന് ചെറിയ ബട്ടൺ വരുന്നുണ്ട്. നന്നായി പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആയിരുന്നു. നമുക്കിത് ആ ഒരു സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. ഒക്കെ തുറന്ന് നമ്മൾ ആ ഒരു സൈസിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഉണ്ണികൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ട്രേയിൽ നിറയെ ഫുഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ട്രേയും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതും ഈസി ആയിട്ട് എടുത്ത് മാറ്റി വാഷ് ചെയ്ത് കൊടുന്ന് വെച്ചാൽ മതി. ആൾക്കവിടെ ഫുഡ് വെച്ച് കൊടുത്താൽ മതി. ആൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം അവൾ എന്തൊരു ഹാപ്പിയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോരോ വായ തരുന്നുള്ളൂ. അതും നമ്മൾ കഴിച്ചാൽ ഒപ്പത്തേ നിൽക്കുകയാണെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം, നിങ്ങൾക്ക് കാല് വയ്ക്കാൻ ചെറിയ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവരെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. വളരെ നോക്കി നിങ്ങൾക്ക് കാണാം ആ ട്രേം നിറയെ ഫുഡാക്കിയിട്ടുണ്ടാവും. ആൾക്ക് ഈ ചേർന്ന് എഴുന്നേക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഈ വാശിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രേ ഇങ്ങനെ ഈസി എടുത്ത് മാറ്റി നമുക്ക് വാഷ് ചെയ്യാം. അവളെന്നോട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവളെ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്ഥലത്ത് തന്നെ കുറച്ച് നേരം ഇരുന്ന് ബോറടിക്കുന്ന പിള്ളേരാണെങ്കിൽ വീലും വരുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓടിക്കൊണ്ട് നടക്കാം. കണ്ട ആൾക്ക് ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി പോലെ തന്നെ ഇങ്ങനെ ഓടിച്ച് കളിക്കാൻ പറ്റും. ഇനി ഇതുമ്പോൾ ഇരുത്തുമ്പോൾ പേടിക്കും വേണ്ട. കാരണം ഇത് 360 ഡിഗ്രി വീൽ വിത്ത് ലോക്കാണ് വരുന്നത്. അപ്പോൾ ഒരാടെല്ലാം സേഫ് ആയിരുന്നോളും. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ണികളെ പഠിപ്പിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ഹൈറ്റിനൊപ്പം ഇരുത്തണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇതെല്ലാം നിലത്തിരുന്നിട്ട് അവർക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും അതുപോലെ ഫുഡ് വായിച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇരുന്ന് വായിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അതിനും ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാട്ടോ ഇത്. നമുക്ക് നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നമ്മളിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളുമേ ഉണ്ണികളെ ഇരുത്തണമെങ്കിലും നമുക്ക് അതിന്മേ ഇതെല്ലാം ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് നമ്മളെ ചെയറിനൊപ്പം ഇരുത്താട്ടോ. നമ്മൾ സാധാരണ ചെയറും ഇരുത്തുമ്പോൾ അവർ ഹൈറ്റ് കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ഈ ഒരു ചെയർ വെച്ച് ഇരുത്തുമ്പോൾ കണ്ട അവർ ഹൈറ്റും കറക്റ്റ് ആയിരിക്കും. അവർ ഹാപ്പി ആയിട്ട് നമ്മൾ ഓടി ഇരുന്ന് ഫുഡ് കഴിക്കും. നമ്മളിപ്പോൾ